നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 114 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ ലോഹിതദാസിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹവുമായി എനിക്ക് വലിയ അടുപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു രാവിൽ തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സിബി മലയിലിൻ്റെ ചിത്രത്തിൻ്റെ റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും നടക്കുന്നു എന്നതാണ് എൻ്റെ ഓർമ്മ. എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്. ഞാനിന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുള്ള പലരോടും അതേപ്പറ്റി തിരക്കി. ഏത് ചിത്രമാണെന്ന് എൻ്റെ ഓർമ്മയിലും തെളിയുന്നില്ല. പക്ഷേ ആ രാവ് മറക്കാൻ കഴിയില്ല. പിന്നീട് ഒട്ട് ലോഹിതദാസിനെ ഞാൻ കണ്ടിട്ടുമില്ല. തനിയാവർത്തനത്തിൻ്റെ വിജയമൊക്കെ കഴിഞ്ഞ് ആ ചിത്രത്തിൻ്റെ തിരക്കഥയും മറ്റും ശ്രദ്ധേയമായ തലത്തിലേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് പടങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ആണ് ഞാൻ ആദ്യമായി ലോഹിതദാസിനെ കാണുന്നത്. മിക്കവാറും തമ്പാനൂരിൽ നിന്ന് ഞാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോകാറുണ്ട്. റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും മിക്സിങ്ങും ഡബ്ബിങ്ങും എല്ലാം കാണാനും അതേപ്പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനും സ്റ്റുഡിയോ പാക്കേജുണ്ട്. യൂണിറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇത്ര ദിവസത്തേക്ക് തരുന്ന ഒരു പാക്കേജുണ്ട്. അതേപ്പറ്റിയിട്ടൊക്കെ അന്വേഷിക്കാനും ഒക്കെ ആയിട്ടാണ് പലപ്പോഴും അവിടെ ചെല്ലാറ്. അങ്ങനെ ഒരു ദിവസം ചെന്ന് ഒരു 4-5 മണിയോടുകൂടി ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അന്ന് 4 ദേശീയ അവാർഡുകൾ നേടിയ ശ്രീ കൃഷ്ണനുണ്ണിയാണ് അന്ന് ക്യാബിനിലിരിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. 3-4 പേർ വേറെയുമുണ്ട്. ഒരു 4-4:30 മണിയോട് അടുപ്പിച്ച് കോട്ടും പാൻറ്റും ടൈയും എല്ലാം കെട്ടി കയ്യിൽ ഒരു സ്വർണ്ണ ചങ്ങലയൊക്കെ ഇട്ട് അലസമായ ഒരു ടൈയും നേരെ ചൊവ്വേ കിട്ടാതെ ക്യാബിനുള്ളിലേക്ക് വന്ന ലോഹിതദാസിനെയാണ് ഞാൻ ആദ്യമായി കാണുന്നത്. എന്നിട്ട് അദ്ദേഹം റെക്കോർഡിംഗ് തിയേറ്ററിനകത്തോട്ട് കയറുമ്പോൾ എല്ലാവരും ഇരുന്ന് ചിരിച്ചു. ഒരു ശരീരത്തിന് യോജിച്ച തരത്തിലുള്ള ഡ്രസ്സല്ല ഇട്ടിരിക്കുന്നത്, ഒരു വല്ലാത്ത ഡ്രസ്സാണ് എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും ചിരിച്ചു. ഒന്നും മിണ്ടാതെ അവിടെ എന്ന് നോക്കി അദ്ദേഹം റെക്കോർഡിംഗ് തിയേറ്ററിനകത്തേക്ക് കയറിപ്പോയി. ഒരു കുറേ നേരം ഡബ്ബിങ്ങിൻ്റെയും റെക്കോർഡിങ്ങിൻ്റെയൊക്കെ കണ്ടു. അതിനുശേഷം ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വന്ന സിനിമയുമായി ബന്ധമുള്ള ഒരു ക്യാമറാമാൻ പറഞ്ഞു, ശരവണ, ഒരു 7 മണിക്കുള്ളിൽ നമുക്ക് പോകാം, ഞാൻ അതിനുള്ളിൽ ഇനി എത്തും എന്ന് പറഞ്ഞാണ് അയാൾ പോയിരിക്കുന്നത്. അരവിന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശരിയെന്നുള്ള വിശ്വാസത്തിൽ ഞാനും അവിടെ ഇരുന്നു. 7 8 9 കാണുന്നില്ല. മനസ്സ് ഭയങ്കര അസ്വസ്ഥമായി. റെക്കോർഡിംഗ് തിയേറ്ററിലെ കാർപ്പറ്റ് വിരിച്ച ആ തറയിൽ ഇരിക്കുകയാണ്. അവിടുത്തെ ഹോട്ടലിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒത്തിരി വൈകിയാൽ അധികം ഭക്ഷണമൊന്നും ഉണ്ടാകാറില്ല. തിരിച്ച് രാത്രി ഇവിടുന്ന് പോകാൻ വേറെ വണ്ടിയുമില്ല. അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽ മനസ്സ് ചിന്തിച്ച് അസ്വസ്ഥമായി കൊണ്ട് ഇരിക്കുന്ന അവസരത്തിലാണ് വെറുതെ ഒന്ന് ഇറങ്ങി പുറത്തോട്ട് നടന്നു. മറ്റാരുമില്ല. അപ്പോൾ ഏകദേശം ഒരു 10 മണിയായി കാണും. ക്യാബിനിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ്. ആകാശത്ത് നിലാവിൻ്റെ സൗന്ദര്യം, ധാരാളം നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുറേ നേരം. അപ്പോഴാണ് ലോഹിതദാസ് വെളിയിലേക്ക് വരുന്നത്. മറ്റാരും കൂടെയില്ല. വൈകുന്നേരം ക്യാബിനറ്റിൽ വെച്ച് കണ്ട അതേ വേഷം. അങ്ങോട്ട് കയറി പരിചയപ്പെടാനൊന്നും പോയില്ല.
ഓരോ വ്യക്തികൾ ഇത്തരത്തിലാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്നെ അടുക്കലേക്ക് വെറുതെ കാഷ്വലായിട്ട് നടന്നു വന്നു. ഹലോ, ആകാശത്ത് നിറച്ച് നക്ഷത്രങ്ങളാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞ് ചിരിച്ചു. ഞാൻ ലോഹിതദാസ്. ഞാൻ പറഞ്ഞു മനസ്സിലായി. നിങ്ങളുടെ പേരോ? ഞാൻ പറഞ്ഞു ശരവൺ മഹേശ്വരൻ എന്നാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെറിയ ഒരു എഴുത്തുകാരനാണ്, പിന്നെ ഡോക്യുമെൻ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓ അതെയോ. അപ്പോൾ തുടങ്ങിയാണ് ആ സംഭാഷണം. അപ്പോൾ സിനിമയെക്കുറിച്ചും തനിയാവർത്തനം എഴുതാനുള്ള സംഭവങ്ങളെക്കുറിച്ചും സിബി മലയിലുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും മലയാള സിനിമയിൽ ലോഹിതദാസിൻ്റെ പേര് നിറഞ്ഞ് കവിഞ്ഞിരുന്നു. പക്ഷെ ആ പെരുമാറ്റത്തിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. കോട്ടൂരി തോളത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ വേഷം കണ്ടിട്ട് ചോദിച്ചു, എൻ്റെ വേഷം കണ്ടിട്ട് ചിരി വന്നോ? ഞാൻ പറഞ്ഞു അത് ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ചിട്ടാണല്ലോ ഓരോരുത്തർ ഓരോന്ന് ധരിക്കുന്നത്. പക്ഷേ ഈ താടിയും ഈ ശരീരഘടനയും അനുസരിച്ച് ഇപ്പോൾ ഇതത്ര ഉചിതമായിട്ട് തോന്നുന്നില്ല. എനിക്കും തോന്നി കേട്ടോ ശരവണ. അങ്ങനെ ഞങ്ങൾ അതിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. റെക്കോർഡിംഗ് തിയേറ്ററിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ 1-2 വഴികളുണ്ട്, ടാറിട്ട റോഡാണ്. അപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞു. ഭയങ്കര അസ്വസ്ഥനാണല്ലോ നിങ്ങൾ. ഞാൻ പറഞ്ഞു എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞ ആളിനെ ഇതുവരെ കണ്ടില്ല. ഒത്തിരി വൈകിക്കഴിഞ്ഞാൽ വണ്ടിയും കിട്ടില്ല, ഞാനിവിടെ കിടക്കേണ്ടി വരും. ആ ഒരു ടെൻഷൻ. ഓ അതെയോ, അതിനെന്താ, നമുക്ക് വിളക്ക് സംസാരിച്ചിരിക്കാം. നമ്മൾ നല്ല വിശപ്പുണ്ട്, ഇവിടെ ഹോട്ടലിലൊന്നും കിട്ടില്ലേ. നമ്മളൊരു 8-9 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡൊക്കെ കിട്ടുക വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ താഴെ അങ്ങറ്റം റോഡിൽ ചെല്ലണം. റോഡിൽ ചെന്നാലും കടകളൊക്കെ വളരെ കുറവാണ്. എന്നാൽ നമുക്ക് വെറുതെ താഴെ വരെ നടക്കാം. ഞങ്ങൾ നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഇരുട്ടത്ത്, ചില ലൈറ്റുകൾ കത്തുന്നുണ്ട്, ചില ലൈറ്റുകൾ കത്തുന്നില്ല, ഞങ്ങൾ പുറമേക്ക് നടന്നു. അപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റുകളെക്കുറിച്ചും തിരക്കഥ എഴുതുന്ന പാടിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ശരവണ, ഈ കഥ എഴുതുന്ന മാതിരിയല്ലല്ലോ തിരക്കഥ എഴുതുക, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. തനിയാവർത്തനത്തിൻ്റെ കഥ സിബിയോട് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സജഷൻസ്, ഒരുപാട് കാര്യങ്ങൾ, പിന്നെ അത് എഴുതിയ ശേഷം വീണ്ടും ഒരുപാട് തിരുത്തലുകൾ, നന്നേ വിയർക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. പിന്നെ നിങ്ങളൊരു എഴുത്തുകാരനായതുകൊണ്ട് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഞാനൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ താഴോട്ട് നടക്കുകയാണ്. നല്ല വിശപ്പുമുണ്ട്. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പോയ ആൾ വരുന്നുമില്ല. അസ്വസ്ഥമാകേണ്ട ശ്രവണ, ഞാൻ നിങ്ങളെ എവിടെയാണെന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്യുക. ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ. ഞാൻ പറഞ്ഞ ലോഹിയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ താഴെ വരെ പോയി. പുറത്തിറങ്ങി ആർക്കും അറിയില്ല ഇതാരാണെന്ന്. ഒരു സന്യാസി വര്യനെ പോലെയുള്ള താടിയും അതിന് ശരീരത്തിന് യോജിക്കാത്തൊരു ഡ്രസ്സും ഒക്കെയാണ്. അവിടുന്ന് പുറമേക്കിറങ്ങി തിരുവല്ലം ജംഗ്ഷനിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ദൂരം നടന്നിട്ട് കടകളൊന്നും ഇല്ല, എല്ലാം അടച്ചു കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും തിരികെ കയറുകയാണ്. ആ കയറ്റത്തിൽ നന്നായി കിതയ്ക്കുന്നുമുണ്ട്. കുറേ ദൂരം നടന്ന ശേഷം അങ്ങോട്ട് പോയപ്പോൾ ക്ഷീണമില്ലായിരുന്നു അല്ലേ, ഇങ്ങോട്ട് പോയപ്പോൾ കിതയ്ക്കുന്നു. അപ്പോൾ ഞാനൊന്നും ചിരിച്ചു. വല്ലപ്പോഴുമൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ കിതപ്പൊക്കെ ഉണ്ട്, അത് സ്വാഭാവികമാണ്. പിന്നെ ഇതൊരു വലിയ തേരിയല്ലേ എന്ന് പറഞ്ഞു. ശരവണിന് ശരിക്കും ഈ സിനിമയിൽ അല്ല പൊതുവേ സിനിമയിൽ എന്ത് ചെയ്യാനാണ് ആഗ്രഹം? അപ്പോൾ ഞാൻ കൂടുതൽ ചിന്തിക്കാതെ തന്നെ പറഞ്ഞു, പണ്ട് അഭിനയിക്കാനൊക്കെ ആയിരുന്നു താല്പര്യം. ഇപ്പോൾ അത് മാറി, വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞില്ലേ, ചിന്തയ്ക്കും ഒക്കെ മാറ്റങ്ങൾ വന്നില്ലേ. ഇപ്പോൾ കൂടുതൽ ഇഷ്ടം ഒരു ചിത്രം സംവിധാനം ചെയ്യണമെന്ന് ഒക്കെയാണ്. അത് കേട്ടൊന്ന് പൊട്ടിച്ചിരിച്ചിട്ട്
എൻ്റെ തോളിൽ ഒരൊറ്റ അടി. ഞാൻ ചോദിച്ചു, അയ്യോ കടുങ്കയൊന്നും ചെയ്യരുത് കേട്ടോ, ഒന്നാമത് വിശന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ സോറി ശരവണ. ഞാൻ ചിരിച്ചത് ഞാനും ആ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ 4-5 തിരക്കഥകളൊക്കെ എഴുതി, പിന്നെ സംവിധാനമൊക്കെ ഒന്ന് പഠിക്കണമല്ലോ. ഇപ്പോൾ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഡബിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. വേറെ 2 പടത്തിൻ്റെ ഡിസ്കഷൻ നടക്കുകയാണ് എറണാകുളത്ത്, അതിന് പോകണം. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് കയറി കണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഒരു വിധത്തിൽ വീണ്ടും റെക്കോർഡിംഗ് തിയേറ്ററിൻ്റെ അവിടെ എത്തിയപ്പോൾ ആദ്യ ബാച്ച് ഇറങ്ങി കഴിഞ്ഞു. ഓരോരോ ടൈമാണ്, ഓരോരോ കോൾ ഷീറ്റ് അനുസരിച്ചിട്ട് മറ്റ് പ്രൊഡ്യൂസേഴ്സും മറ്റ് ഡയറക്ടേഴ്സും ഒക്കെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു 12 മണിയോട് അടുപ്പിച്ച് വീണ്ടും ലോഹിദാസ് പുറത്തു വന്ന് ഷൂ എല്ലാം ദൂരേക്കെറിഞ്ഞ് കോട്ട് നിലത്ത് വിരിച്ച് അതിനകത്ത് കൈവച്ചങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ശരവണനൊന്നും എന്നോട് പറയാനില്ലേ? അതാ വിഷയദാരിദ്ര്യമാണോ അതോ മറ്റു വല്ലതുമാണോ? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എൻ്റെ മനസ്സിപ്പോൾ തിരിച്ച് വീട്ടിലെത്തുന്ന കാര്യത്തെ പറ്റിയിട്ടുള്ള ചിന്തയിലാണ്. പക്ഷേ ദോഷം പറയരുതല്ലോ ലോഹി. താങ്കളുടെ തനിയാവർത്തനം എന്നുള്ള ആ സിനിമയുടെ തിരക്കഥയും അങ്ങനത്തെ ഒരു ചിന്തയും വളരെ ശ്ലാഘനീയമാണ്, വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അതിലെ ഓരോ ആർട്ടിസ്റ്റുകളും ജീവിക്കുകയാണെന്നാണ് ശരിക്കും എനിക്ക് തോന്നിയത്. അതുമല്ല, അതിൻ്റെ സംവിധാന മികവ് എടുത്തു പറയേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഉറക്കെ ചിരിച്ചു. അപ്പോൾ ഞാനും ലോഹിയും പിന്നെ അവരുടെ പ്രൊഡക്ഷൻ്റെ ഒരു ആളും, അയാൾ കസേരയിലിരിക്കുകയാണ്, ഞങ്ങൾ 2 പേരും നിലത്ത് കിടക്കുകയാണ് റെക്കോർഡിംഗ് തിയേറ്ററിൻ്റെ ഉള്ളിൽ. എന്നുവെച്ചാൽ ആ തിയേറ്ററിൻ്റെ പുറത്ത്. അപ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചു, ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണോ ഇതിന് തിരക്കഥാരൂപം നൽകിയത്? ഇത് മാത്രമോ ശരവണ? എത്രയെത്ര ജീവിതങ്ങളാണ് എത്രയെത്ര തലത്തിൽ നീങ്ങുന്നത്. എഴുതാൻ തുടങ്ങിയാൽ 1000 കഥകൾ എഴുതാം. അത്രമാത്രം അനുഭവങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് അനുഭവിച്ചറിയണം. അത് ശരവണനോട് പറയേണ്ട കാര്യമില്ലല്ലോ. ശരവണനും എഴുത്തുകാരനില്ലേ, അത് ചിന്തിച്ചാൽ മനസ്സിലാക്കുമല്ലോ എന്നോട് പറഞ്ഞു. അങ്ങനെ ഏകദേശം 1 മണിയായപ്പോൾ സഹി കെട്ടിട്ട് ഞാൻ ലോഹിയോട് പറഞ്ഞു, ലോഹി ഒന്ന് മയങ്ങട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വിശന്നിട്ട് വയ്യ. ലോഹി അവിടെ നിന്ന് എഴിച്ച് അകത്തോട്ട് പോയി അവരുടെ ഗ്രൂപ്പുള്ള ആരോടൊക്കെ പറഞ്ഞിട്ട് ചെറിയ കപ്പിൽ 2 ചായയും ബിസ്ക്കറ്റുമായിട്ട് വന്നു. പ്രൊഡക്ഷൻ മാനേജറൊന്നും കാണാനില്ല, എങ്കിലും അവർ കരുതിയിരുന്ന അതിൽ നിന്നും 2-3 ബിസ്ക്കറ്റും ഇതും കഴിക്കൂ ശരവണ. ഞാൻ പിന്നെ വൈകുന്നേരം വന്നപ്പോഴേ നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതുകൊണ്ട് എനിക്ക് വിശപ്പത്ര ഫീൽ ചെയ്യുന്നില്ല എന്നോട് പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് 1955 മെയ് 10 ചാലക്കുടിയിലെ മുരിങ്ങൂരിലാണ് ജനനം. തിരക്കഥാകൃത്തായ ശേഷം സംവിധാന വേഷമണിഞ്ഞു. പത്മരാജൻ, ഭരതൻ, MT എന്നിവരെ പോലെ കലാമൂല്യമുള്ള തിരക്കഥകൾ എഴുതി. സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന നാടകത്തിൻ്റെ രചയിതാവായാണ് തുടക്കം. തനിയാവർത്തനത്തിലൂടെ തുടക്കം സിനിമയിൽ 1987. ദശരഥം, കിരീടം, ഭരതം, ധനം, കമലദളം, ചെങ്കോൽ അങ്ങനെ നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി. 41ഓളം തിരക്കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1997 പുറത്തിറങ്ങിയ ഭൂതക്കണ്ണാടി ഉൾപ്പെടെ 12ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ആദ്യ ചിത്രത്തിന് ദേശീയ അവാർഡും പുതുമുഖ സംവിധായകനുള്ള ദേശീയ അവാർഡും ലഭിക്കുകയുണ്ടായി.
നിരവധി സംസ്ഥാന അവാർഡുകളും 2009 ജൂൺ 28 എറണാകുളത്ത് വെച്ച് 54-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും സിനിമകളും മിക്കവാറുമെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ജീവൻ്റെ തുടിപ്പുണ്ട്. ഓരോ കഥാപാത്രങ്ങളും ജീവിക്കുകയാണെന്ന് തോന്നുന്നു. ചെങ്കോൽ, കിരീടം തുടങ്ങിയ ചിത്രങ്ങളുടെ വൈകാരികത, അതിലെ കഥാപാത്രങ്ങളുടെ അവതരണ രീതി, സംഭാഷണങ്ങൾ എല്ലാം ഒരു വലിയ അർത്ഥതലം തന്നെ സൃഷ്ടിക്കുന്നു എന്നതാണ്. മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയ തികവ് എടുത്തുകാട്ടിയ കിരീടവും ചെങ്കോലുമെല്ലാം അതിൻ്റെ വിജയത്തിന് പ്രധാന കാരണം അതിൻ്റെ തിരക്കഥയാണ്. അതിൽ സംശയമേ ഇല്ല. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കഥയും നോവലും ഒക്കെ എഴുതുന്നതിനെക്കാട്ടിലും വളരെയധികം വിഷമമേറിയ ഒന്നാണ് തിരക്കഥാ രചന. അപ്പോൾ ലോഹിതദാസിൻ്റെ കഥകൾ, ലോഹിതദാസിൻ്റെ തിരക്കഥകൾ, ലോഹിതദാസിൻ്റെ സംവിധാന മികവ്, ഭൂതക്കണ്ണാടി എന്നുള്ള ഒരൊറ്റ ചിത്രം മതി അദ്ദേഹത്തിൻ്റെ സംവിധാന മികവ് എടുത്തു കാട്ടാൻ. നല്ലൊരു മനുഷ്യൻ. ആ രാത്രി 2-2:30 മണി വരെ ഞങ്ങൾ സംസാരിച്ച് അവിടെ കിടന്ന് മയങ്ങി. വെളുപ്പാങ്കാലം ഒരു 5 മണിക്ക് ഉണർന്ന് ഞാൻ അവിടുന്ന് തിരുവല്ലത്തേക്ക് നടക്കാൻ പോകുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു ലോഹി. അപ്പോൾ രാത്രി 2-2:30 മണി വരെ സംസാരിച്ച് മയങ്ങുന്ന അവസരത്തിൽ പറഞ്ഞു, ശരവണ, ഈ സംഭാഷണങ്ങളും ഈ രാവും ഞാൻ മറക്കില്ല. നല്ലൊരു അനുഭവമായിരുന്നു. സാഹിത്യത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും കലയെക്കുറിച്ചും അങ്ങനെ നിരവധി വിഷയങ്ങൾ, കണ്ട സിനിമകളും നാടകത്തിൻ്റെ തുടക്കങ്ങളും എഴുതിയ ചെറുകഥകളും എല്ലാം ഓർത്തെടുത്ത് അതിനെപ്പറ്റിയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ മനസ്സ് തുറന്നുള്ളൊരു സംഭാഷണമായിരുന്നു. 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം മൂലം രണ്ടുപേരും മയങ്ങി. മയങ്ങുന്ന സമയത്ത് ലോഹിതദാസ് എന്നോട് പറഞ്ഞത് ഇതാണ്: ഞാൻ എന്തായാലും മറക്കില്ല, നിങ്ങൾ പിന്നെ എൻ്റെ ചിത്രങ്ങളൊക്കെ കാണുമെന്ന് കരുതുന്നു, എന്നെ ഓർമ്മിക്കുമല്ലോ. വെളുപ്പിനെ പോകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ പോകുമ്പോൾ എന്നെ കൂടെ ഒന്ന് വിളിച്ചുണർത്തൂ എന്നോട് പറഞ്ഞു. വളരെ പണിപ്പെട്ട് അവിടെ കഴിഞ്ഞ് 4-4:30, 5 മണിയോടടുപ്പിച്ച് ഞാൻ എഴുന്നേറ്റ് നടക്കാൻ ഭാവിക്കുമ്പോൾ 2 കൈയും തലയിൽ വെച്ച് കിടന്നുറങ്ങിയാണ്. അടുത്ത് വേറൊരാളും കിടന്നുറങ്ങുന്നു. ഒന്നും മിണ്ടാതെ, വിളിച്ചുണർത്തി ശല്യം ചെയ്യാതെ ഞാൻ അവിടുന്ന് ഇറങ്ങി നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ലോഹിതദാസ് എന്ന സംവിധായകനെയും ലോഹിതദാസ് എന്ന തിരക്കഥാകൃത്തിനെയും ഓർമ്മയിൽ തെളിഞ്ഞു. കാലം അദ്ദേഹത്തിന് കുറേ നാൾ കൂടി ഈ ഭൂവിൽ നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വിശ്രുതമായ ഒരുപാട് തിരക്കഥകളും ഒരുപാട് സിനിമകളും ഈ മണ്ണിൽ പിറന്നേന്. വളരെ നല്ലൊരു മനുഷ്യൻ. ഒരു രാവിൻ്റെ കണ്ടുമുട്ടൽ, ഒരു രാവിൻ്റെ പരിചയം, ഒരു രാവിൻ്റെ സംഭാഷണം. അതിൽ പിന്നെ ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല. പിറ്റേന്ന് ഇവിടെ വീട്ടിൽ വന്ന് ഉറക്കമെല്ലാം കഴിഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞ പുള്ളിയെ ഫോണിൽ വിളിച്ച് വഴക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വരാനായിട്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത വീട്ടുകാരന് സുഖമില്ലാതെ ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അതാണ്
വരാൻ കഴിയാതെ വന്നാൽ ക്ഷമിക്കുമല്ലോ ശരവണ എന്ന് പറഞ്ഞപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ആ രാവിൽ വളരെ പ്രശസ്തനായ ചലച്ചിത്ര സംവിധായകനായ ലോഹിതദാസുമായി സംസാരിക്കാനൊരു അവസരമുണ്ടായി എന്നതിൽ വളരെ സന്തോഷം തോന്നി. കാലത്തിൻ്റെ ഒഴുക്കിലൂടെ കടന്നുപോയെങ്കിലും മലയാള ചലച്ചിത്ര രംഗത്ത് അദ്ദേഹത്തിൻ്റെ നാമം എന്നും ഓർക്കപ്പെടും എന്നുള്ള വിശ്വാസത്തോടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.